ഒരു 5 മിനിറ്റ് മാത്രമുള്ളൊരു വീഡിയോ ഇപ്പോൾ ഞാൻ വാട്സപ്പിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അത് ഫേസ്ബുക്കിലും ഒക്കെ യൂട്യൂബിലടക്കം അപ്ലോഡ് ചെയ്യുകയാണ്. വേറൊന്നുമല്ല, കാരണം ഇത് എൻ്റെ നഴ്സറിയിലേക്കും ഫാമിലേക്കുള്ള എൻട്രൻസാണ്. ഇത് കടന്നു വരുന്നത് മോതിരക്കണ്ണി പള്ളിയുടെ അവിടെ നിന്ന് തിരിച്ച് പാലം. ഈ പാലമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, പെർമിഷൻ എടുത്ത് ഉണ്ടാക്കിയതാണ്. ഈ കാണുന്ന പാലങ്ങളൊക്കെ ഒരു 10-15 കൊല്ലത്തോളം മുമ്പ് വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ കൃഷി എന്ന് ഒരു പാഷനോടുകൂടി കൊണ്ടു നടന്നിട്ട് അങ്ങനെ ചെയ്തു തരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇതുവരെ ഈ 2025 വരെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോയി. ഈ അടുത്ത കാലത്തായിട്ട് കുറേ പ്രതികൂല സാഹചര്യങ്ങളെ നമുക്ക് നേരിടേണ്ട ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അതുമാത്രമല്ല, ഈ റൈറ്റിൽ കാണുന്നത് അമ്മമഠമാണ്. അമ്മ കോൺവെൻറ്റ്, മറിയം ത്രേസ്യ പുണ്യവതിയുടെ നാമധേയത്തിലുള്ള കോൺവെൻറ്റാണ്. അവർ നടത്തുന്ന കോൺവെൻറ്റാണ്. ഒരു അനാഥാലയം കൂടിയിട്ടാണ്. നല്ല രസമായിട്ടുള്ളൊരു സ്ഥലം. അവിടെ ഒരുപാട് പാവങ്ങളെ അവർ ട്രീറ്റ് ചെയ്ത് ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഈ നഴ്സറി ഫാം നടത്താൻ കഴിഞ്ഞത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് കണക്കൂട്ടണം. ഇടയ്ക്കൊക്കെ ഞാൻ അവിടെ പോകാറുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അതങ്ങനെ കേട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിപ്പോൾ ഇനിയിപ്പോൾ അധികം കൃഷിയിലൊന്നും എനിക്ക് അധികം ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിച്ചൊന്നും പോകുന്നില്ല. നമുക്കൊരിക്കൽ പോലും ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഫാമിൽ കൃത്യമായിട്ട് അന്വേഷിക്കാൻ ജോർജ് ചേട്ടൻ പറഞ്ഞൊരു ചേട്ടനുണ്ട്. അദ്ദേഹം വളരെ കാര്യക്ഷമമായിട്ട് എൻ്റെ വാട്ടറിങ്ങും മറ്റുള്ള മേൽനോട്ടവും നഴ്സറിയിലെ മേൽനോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നതൊക്കെ ഇനി 2 ആഴ്ച കൂടുമ്പോൾ മാത്രം ഒരിക്കൽ മാത്രം ആവും. കാരണം കോടതിയിൽ കുറേ ഫയൽ പെൻഡിങ്ങിലുണ്ട്. ഹൈക്കോടതിയിൽ കുറേ ഫയൽ പെൻഡിങ്ങുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ഈ 2025 ഈ തുടങ്ങിയ ശേഷം ഈ 5 മാസം കൊണ്ട് തന്നെ ഒരു 10-40ഓളം കേസുകൾ ഹിയറിങ് നടത്തി തീർക്കാൻ പറ്റി. വളരെ ശ്രദ്ധിച്ചായിരുന്നു തീർക്കാൻ പറ്റി. ഇനിയും ഏകദേശം ഒരു 60ഓളം ഫയലുകൾ നമുക്ക് പെൻഡിങ് ഉണ്ട്, തീർക്കേണ്ട ഫയൽ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറച്ച് ശ്രദ്ധ, കുറച്ച് മാറ്ററിൽ, ലീഗൽ മാറ്ററിലും നമ്മുടെ ഫയലുകളിലും കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ ഇനിയിപ്പോൾ അടുത്തെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാവില്ല എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ നഴ്സറിയിലുള്ള അത്യാവശ്യം സ്റ്റോക്കായിട്ടുള്ള ചെടികളുടെ ഒരു ലിസ്റ്റ് ഒരു പബ്ലിഷ് ചെയ്യുന്ന രീതിയിലൊരു കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഈ നിൽക്കുന്നതൊക്കെ ഈ റംബൂട്ടാൻ്റെ വലിയ തൈകളാണ്. ഇത് E35 റംബൂട്ടാൻ തൈകളാണ്. അത് പിന്നെ ഇത് N18 തൈകളാണ്. ഇത് അടുത്ത വർഷം, ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന തൈകളാണ്. ഇതൊക്കെ ഓൾറെഡി കായ്ച്ചു നിൽക്കുന്ന തൈകളാണ്. ഇത് മാംഗോസ്റ്റിനായാലും ഈ കാണുന്ന മാംഗോസ്റ്റിൻ ഒരു 6 വർഷം കഴിഞ്ഞ മാംഗോസ്റ്റിന്, 2 വർഷം കഴിയുമ്പോൾ കായ്ക്കുന്ന മാംഗോസ്റ്റിനാണ്. അപ്പോൾ ഇതിൻ്റെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അവതരിപ്പിക്കുന്നതിന് കാരണം ഇനിയിപ്പോൾ ഈ അടുത്തൊന്നും എനിക്ക് ഇങ്ങനൊരു വീഡിയോ ഇടാനായിട്ടുള്ള സമയം കൊണ്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഔപചാരികമായിട്ട് വന്നതുകൊണ്ട് മാത്രമല്ല, ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് വീഡിയോ ഇടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തൈകൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അവിടെ എൻ്റെ മാനേജർ ജോർജ് ചേട്ടനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് ചെയ്തിട്ട് ഇത് N18 നല്ല തൈകളാണ്. ഇതൊക്കെ ഇമ്മീഡിയറ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ കായ്ക്കുന്ന തൈകളാണ്. പിന്നെ അതാ ഈ കാണുന്നത് അബിയുവിൻ്റെ വലിയ തൈകൾ 2 വർഷമായിട്ട് കാച്ചി നിൽക്കുന്ന തൈകളാണ് അബിയുവിൻ്റെ. ഇതൊക്കെ ഒരു 10-100ഓളം തൈകൾ കൂടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലൊരു 10-35 തൈകളെ സ്റ്റോക്കുള്ളൂ. ഇതൊക്കെ നിറച്ച് കാച്ചി നിൽക്കുന്ന തൈകളാണ്. കാരണം ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഫാമിംഗ് ആണ് നല്ലത്. ആളുകൾക്ക് ചെറിയ തൈ വയ്ക്കൽ കുറവാണ്. ചെറിയ തൈ വയ്ക്കുന്ന ആളുകൾ നമ്മളെ അന്വേഷിച്ച് വരാറില്ല. കൂടുതലും വലിയ തൈകളാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു ചെറിയ റേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്കത് ഗുണമാണ്, വാങ്ങിക്കുന്നതിന് ഗുണമാണ് ഈ അബിയു തൈകൾ. അതുപോലെ മാവിൻ്റെ തൈകളുണ്ട്. ഒരു അത്യാവശ്യം വേണ്ട ഒരു 10-12 ഐറ്റം മാവിൻ്റെ തൈകളൊക്കെ ഉണ്ട്. പിന്നെ വീണ്ടും നമ്മളിവിടേക്ക് വന്നു കഴിഞ്ഞാൽ മാംഗോസിൻ്റെ തൈകൾ വീണ്ടും, ഇതൊരു പ്രത്യേക ജാതി വെറൈറ്റിയാണ്. കൂടുതലായിട്ട് കായ് പിടിക്കുന്ന വെറൈറ്റിയാണ്. ഇത് ഏകദേശം 6 വർഷത്തോളം കഴിഞ്ഞു ഈ മാംഗോസ്റ്റിൻ. പിന്നെ അതിൻ്റെ ഇടയിൽ റംബൂട്ടാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ സെക്ഷനിൽ തന്നെ ഏകദേശം ഒരു 60ഓളം മരങ്ങൾ നിൽക്കുന്നുണ്ട്, റംബൂട്ടാൻ മരങ്ങൾ നിൽക്കുന്നുണ്ട്. വീണ്ടും അബിയുവിൻ്റെ തൈകൾ തന്നെ. അതിൻ്റെ ഇടയിൽ ദുരിയാൻ, ഒരു അഡ്വാൻസ്ഡ് ഐറ്റമാണ് ദുരിയാനായിട്ട്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മേലൂരിൽ ഒരു
ഒരു 10-11 മരമുള്ള ഒരു ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു തൈകളാണത്. അത് സ്പെഷ്യൽ പ്ലാന്റ് ആണ്. കാരണം ഇഷ്ടം പോലെ നല്ല പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ ഫാമിൻ്റെ ഒരു മൊത്തം ഔട്ട്ലുക്കും കൂടി ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാണ്. നല്ലൊരു ഗ്രീനറിയുള്ള നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ചെളി അത്യാവശ്യം റോഡിൽ ടാർ ചെയ്ത റോഡാണെങ്കിലും നല്ല ചെളിയുണ്ട്. ചെരുപ്പയിലൊക്കെ നിറച്ച് ചെളിയായി. അങ്ങനെ ഒരു ഇത്. എവിടേക്കാ പോയത്? അത് മറ്റേ ടാറിങ് ആണെങ്കിൽ അതിൻ്റെ അടിയിൽ ചെളി മഴ പെയ്തിട്ട് ചെളികൾ വന്നിട്ടേ. അതെ അതെ അതെ, ഞാൻ ശ്രദ്ധിച്ചല്ലേ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ശരിക്കും. ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇനി ഒരു മാസത്തേക്ക് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാരണം ജോലി തിരക്ക് നന്നായിട്ടുണ്ടേ. അപ്പോൾ അതിനിടയിൽ ഇവിടെ വന്നിട്ട് നമ്മുടെ ജോലിനെയൊക്കെ കേസിനെയൊക്കെ ബാധിക്കണം. അപ്പോൾ നമ്മുടെ ക്ലയൻസ് തന്നെ കംപ്ലയിൻറ്റ് പറയണം. അപ്പോൾ അപ്പോൾ അത് കാരണം ഒന്നുകൂടി വീഡിയോ എടുത്തിട്ടേ എല്ലാവരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടേ ചെയ്യുന്നതാ. 3-4 ദിവസം മുമ്പോ അത് മേടിച്ചിട്ടുണ്ട്. അത് അധികം മേടിച്ചില്ല. 2-3 തൈകളുണ്ടായിരുന്നുള്ളൂ. അത് ജോർജേട്ടൻ കൊടുത്തു കാണും. ഒരു പെണ്ണും ഒരു ആണുമല്ലേ? ഓക്കെ ഓക്കെ. അല്ല, അത് കള്ളുകൂടിയന്മാരാണത്. ആ 3 ആളുകളല്ലേ? അവരങ്ങനെ കുറേ ആളുകൾ വരും. അവർക്കൊക്കെ എന്തെങ്കിലും റംബൂട്ടാൻ തിന്നിട്ട് കൊടുക്കാമെന്ന് മാത്രമേ കാര്യമുള്ളൂ. അത് നോക്കണ്ട, അതേ ഇതിൻ്റെ ഭാഗമല്ലേ. ഒക്കെ തിന്നാല്. ഇവിടുത്തെ എല്ലാം കളഞ്ഞില്ലേ? 5-6 ലക്ഷം രൂപയുടെ മുതൽ നമ്മുടെ കളഞ്ഞില്ലേ ചേച്ചി? അല്ല, മലയണ്ണാനും കിളികളും ഇതൊക്കെ കൂടിയിട്ട് ഒന്നും കിട്ടണില്ല. ഒക്കെ കളയാണ്. ഇപ്പോൾ അവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്തത് വയ്ക്കാൻ പോവല്ലേ? കട്ട് ചെയ്തിട്ടേ കുറേ വയ്ക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലതിക ചേച്ചിയോട് കുറച്ച് നേരം സംസാരിച്ചതാണ്. ചേച്ചി ഞങ്ങളുടെ അയൽവക്കക്കാരിയാണ്. ഇത് കണ്ടോ, ഇതപ്പോൾ വലിയ തൈകൾ ഇവിടെ ഉണ്ട്. റംബൂട്ടാൻ്റെ തന്നെ വലിയ തൈകൾ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇത്രയും വലിയ തൈകൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വന്നത് നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ, നമുക്കൊരു ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ഒരു പർച്ചേസ് നമുക്ക് കിട്ടും. അത് മതി നമുക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാനായിട്ട്. ഈ അബിയുവിൻ്റെ നല്ല അഡ്വാൻസ്ഡ് അബിയുവിൻ്റെ തൈകളൊക്കെ ഉണ്ട് ഇവിടെ. നന്നായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് കണ്ടോ, ഈ ഫാമിലൊക്കെ തോടുകളും ഒക്കെ മൊത്തം ഒരു 1000 അടിയോളം നീളത്തിൽ ഞാൻ തോടുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഇങ്ങനെ 2-3 ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ, ഒരു കുളത്തിൽ നിന്ന് മോട്ടർ വയ്ക്കുന്നുണ്ട്. ഞാനൊരു അന്തരീക്ഷം അങ്ങനെ കടന്നു നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തി. അവിടെ ഏകദേശം ഒരു 100ഓളം റംബൂട്ടാൻ മരങ്ങളുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഒരു 10-60 മരം കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയ തൈകൾ വയ്ക്കാൻ പോവാണ്. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഈ വീഡിയോ കാണിക്കുന്നത്, ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ ഇനി 1 മാസം കഴിഞ്ഞിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ജോലി തിരക്കുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിൽ റോഷന് ഒട്ടും കുറവ് വരുത്താണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നിങ്ങളെ സത്യത്തിൽ കാഴ്ചകളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുന്ന സമയത്ത് ആ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നമ്മൾ പുതിയ തൈകൾ വെച്ച് കൊടുക്കും. വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വർഷം കായ്ക്കുന്ന തൈകൾ തന്നെ, കാച്ചുണ്ടായിരിക്കുന്ന തൈകൾ തന്നെ വയ്ക്കണം. അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ അത്യാവശ്യം മരങ്ങൾ, അപ്പോൾ ഹൈറ്റ് കുറച്ച് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിർത്താണ്. എല്ലാവർക്കും ഇനി ഈ ഫാം കാണുന്നത് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഇതിലേക്കൊരു വീഡിയോ ഇടുള്ളൂ. എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നു.